എന്നാ വാ എന്ത് നമുക്കൊരു റൗണ്ട് കളിച്ചിട്ട് പോവാം. അല്ല വേണ്ട, ശരിയാവില്ല, വേണ്ട. വേണ്ട, ചുമ്മാ സമയം കളയണ്ട. വേണ്ട, ശരിയാവില്ല, എനിക്ക് പണിക്ക് പോകണം, എനിക്ക് പോകണം, എനിക്ക് വേണ്ട. അണ്ണാ എന്റെ കൂടെ വേറെ ആരും ഒരു റൗണ്ട് എടാ പറ്റൂല, പണിക്ക് പോയെങ്കിൽ വൈകിട്ട് വീട്ടിൽ കയറാൻ പറ്റൂല, നീ ചുമ്മാ എനിക്ക് പോകണം. അണ്ണ എന്ത് സംസാരിക്കുന്നത്? അണ്ണ ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും മലയാളികൾ ജോലിക്ക് പോകുമോ? പിന്നെ ബംഗാളിയെ പറഞ്ഞു വിടണം. സത്യം. എന്നാ ഒരു കാര്യം ചെയ്യും, നീ വിചാരിക്ക ആ ബംഗാളി ഞാനാണ്, അന്തസ്സുള്ള മലയാളി നീയാണ്, നീ ഇവിടെ ഇരുന്ന് കളി, എനിക്ക് പോണം. അങ്ങനെ പറയാൻ കളിച്ചിട്ട് പോണം ഒരു റൗണ്ട്. പറ്റൂല, പറ്റാത്തോണ്ടാണ്. ഓഹോ, നമുക്ക് മനസ്സിലായി. എന്തോ മനസ്സിലായി? പെണ്ണും പുള്ളെ പേടി. ആർക്ക്? അണ്ണന്. എനിക്കാ? അല്ല, ഗംഗാരണ്ണ എന്ത് പറ്റി? എന്തോ പെട്ടെന്ന്. അല്ല, നീ എന്തോന്ന് പറഞ്ഞത്? എനിക്ക് പെണ്ണുമ്പിള്ളെ പേടിയത്? പിന്നല്ലാതെ. ആ വർത്താനം പറയരുത്. പെണ്ണുമ്പിള്ളെ പേടിയെന്ന് പറയുന്നത് എന്റെ കുടുംബം എനിക്കറിയാടാ. അയ്യോ, എടാ നാട്ടിൽ ചോദിച്ചോണേ, എന്റെ അപ്പൂപ്പൻ രാമൻകുട്ടിപ്പിള്ള ഒരു 6 അടി പൊക്കം ഗജാഗടിയനായ മനുഷ്യൻ. വൈകിട്ട് ഒരു കുട്ടി തോർത്ത് കൊടുത്തോണ്ട് ജോലിക്ക് പോയിട്ട് ഇങ്ങോട്ട് വീട്ടിലോട്ട് കേറിയിട്ടൊരു വിളിയുണ്ട്, ചെല്ലമ്മേ എന്നുള്ള വിളിയിൽ അപ്പൂപ്പന്റെ നിഴല് കാണുന്നതും അമ്മൂമ്മയുണ്ടല്ലോ പരാക്രമം പിടിച്ച് വീടിന്റെ 4 വാർഡും കിടന്ന് ഓടും. അതായിരുന്നു വില. അപ്പൂപ്പൻ എത്ര മക്കള്? 12. അപ്പൊ നിഴല് കണ്ട് ഓടി ഒളിച്ചില്ലെങ്കിലേ അത്ഭുതം. കറക്റ്റാ അല്ലേ? ഞാൻ ഒന്ന് റൗണ്ട് ഇരുന്നാ എനിക്കൊരു പറഞ്ഞതിന്റെ ധ്വനി കൊള്ളിപ്പീര് എനിക്ക് മനസ്സിലായി. മനസ്സിലായില്ലേ? അല്ല, എനിക്ക് എന്റെ കൂടെ വേറെ ആരും ഇല്ലാത്തണ്ടോ ഒന്ന് ഇരുന്നാ. അങ്ങനെ വേണ്ട ഏട്ടാ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, കല്യാണത്തിന് മുമ്പ് ഞാനും എന്റെ ഭാര്യയും ആ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇങ്ങനായിരുന്നു ഇരുന്നത്, അറിയാമോ? അവള് പറഞ്ഞ ഞാൻ അങ്ങോട്ടും ഇല്ല, ഞാൻ പറഞ്ഞ അവൾ ഇങ്ങോട്ടും ഇല്ല, അങ്ങനെയായിരുന്നു. ഞാനെന്ന് പറഞ്ഞ അവള് മരിക്കും, ഞാൻ മരിക്കാൻ വേണ്ടി അവള് ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഒന്ന് എന്നെ ഒന്ന് സഹായിക്കും. അല്ലടാ, നിന്റെ കൂടെ കളിച്ചാൽ ശരിയാവില്ല, ഇന്ന് പണി നടക്കൂല. ഒരു 8:30 പണിക്ക് കയറുന്നത്, മണി 7:15 ഉള്ളൂ. 2 മിനിറ്റ് മതി, അത്രേ കളിക്കൂ. നിന്നെ ഞാൻ പൂട്ടും പോവും. ഓക്കെ? പൂട്ടുന്ന നമുക്കറിയാലോ. കാണാം, കളി കാണത്ത്, കളി കളി ഇറക്ക്. എന്തൊരാക്കിയ ചിരിയിരിക്കുന്നത്? നേരത്തെ എന്ത് പറഞ്ഞ? പെണ്ണുമ്പിള്ള പേടിയാ? എനിക്ക് പേടിയില്ല. പേടിയില്ല, പേടിയില്ലാത്ത ആള്. സത്യം, നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. അണ്ണന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അണ്ണന്റെ പെണ്ണുമ്പിള്ള അണ്ണനെ പൂര തെറി വിളിക്കുന്നത്. ഇതൊന്നും കേട്ടോണ്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ വായും പൊത്തി ഇരിക്കുന്നത് നമ്മളിവിടെ ആണുങ്ങളിൽ കാണുന്നുണ്ട്. എടാ ബാബു, ഒരു ഇടിയും മിന്നലും വരുമ്പം മെയിൻ സ്വിച്ച് ഓഫാക്കി വെച്ച ഒരു അപകടം ഒഴിവാകും. മിക്കവാറും ഈ മെയിൻ സ്വിച്ച് അവരടിക്ക് കളയും. പെട്ടെന്ന് കളി, നമുക്ക് പോവാം. നീ ഇതിനടുത്ത് ഇങ്ങോട്ട് പിൻ ചെയ്തിട്ടേ പോവേ. 2 മിനിറ്റ് കൊണ്ട് നിന്നെ ഞാൻ പൂട്ടും. അതെ, പൂട്ടിയിട്ടേ പോവേ. ഞാൻ കളിച്ചു, നീ കളി. നിന്റെ കാലാളിനെ ഞാൻ വെട്ടി. ഒരു കാലാള് പോയിന് എന്തിനടാ ഇങ്ങനെ ഇരുന്ന് കരയണത്? ഞാൻ കരഞ്ഞ? പിന്നെ അണ്ണൻ എന്താണ് ചെവിക്കാത്ത കുരുവോ? ഞാൻ കരഞ്ഞൊന്നുമില്ല. കളി. എന്നെ വെട്ടിയ സ്ഥിതിക്ക് അണ്ണന്റെ കുതിരയെ ഞാൻ കുത്തി. ഞാൻ എന്തിനാണ് കുതിരയെ കുത്തി അണ്ണൻ കരയുന്നത്? ഞാൻ എവിടെ കരഞ്ഞു? നഗുമോ ഓ മോഗനല്ലേ നീനാജാലി തെല്ലസി. നഗുമോ ഓ മോഗനല്ലേ നീനാജാലി തെല്ലസി. നഗുമോ നവാരു ശ്രീ രഘുവരനേ നകുമോ. നല്ല നിങ്ങൾ നല്ല പിച്ചി പിടിച്ചേട്ടാ, നല്ല പാട്ട് ടച്ച് ഉണ്ടല്ലേ? അടുത്ത മൂട് ഞാൻ പാടാം. മനുഷ്യൻ ഉയരും കളഞ്ഞ് ചാവാൻ കയറും കയ്യിൽ പിടിച്ച് വന്ന് നിന്നപ്പോൾ പാട്ടുപാടി ആസ്വദിക്കുന്നു. സ്വാതി തിരുനാളേ, പൂന്തോട്ടത്തിലിരിക്കുന്ന പൂമ്പാറ്റേ, കൊള്ളാം, ചാവുന്നവന് പാട്ട് പാടി കൊടുക്കണം. എന്റെ ഭാര്യ എനിക്ക് മനസ്സമാധാനം തരുന്നില്ലണ്ണോ. ഇനിയിപ്പോ എന്താ അത് കാര്യം? നിന്റെ ഭാര്യ പെട്ടെന്ന് നിനക്ക് മനസ്സമാധാനം തരാതിരിക്കാനുള്ള കാര്യം തോന്നുന്നു?
ഞാൻ പറഞ്ഞ ശരിയാവത്തില്ല, കാണിച്ചു തരാം. ഓ ശരി, കാണരുത്. അത് ന്യായം. അത് ഞാൻ കയറെടുത്ത് തിന്നരുത്, എനിക്ക് ചാവാനുള്ളതാണ്. നിന്റെ സ്വഭാവം എനിക്കില്ലടാ, നീ ഇരുന്ന് കളി. കാണരുത്. ഇത് എന്റെ ഭാര്യ. അത് എന്റെ കുതിരയാ. ഫലത്തിൽ രണ്ടും ഒന്നാ. എന്നാൽ ഞാൻ വെട്ടി. അയ്യോ, എന്റെ കുതിര പോയി. എന്റെ കുതിര പോയി. കൊമ്പും കുലുക്കി വന്ന ഹരിതാ നായർ പോയി. അപ്പോഴാ അവന്റെ ഒരു കുതിര. ഡേയ്, എന്താണ് നിന്റെ പ്രശ്നം? ഇനി വാ ഡാപ്പി. ചെല്ലക്കളി കരയല്ലേ? നീ ഇത്രയും കാളകണക്ക് വളർന്നിട്ടിരുന്ന് ഈ നന്ദികേശ അമ്പലത്തിന്റെ പേര് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇരുന്നോണ്ട് കരയല്ലേ? ഇനി അഴിച്ചു വാ, ചോദിക്കട്ടെ. ഡേയ്, ഇവന്റെ സ്വഭാവം അറിയാം. എനിക്കറിയാം. ആത്മഹത്യാ പ്രവണത. ഇതിനു മുമ്പ് പല പ്രാവശ്യം ആത്മഹത്യ നോക്കി നടന്നില്ല. എത്ര പ്രാവശ്യം ആത്മഹത്യ നോക്കിയടാ? 3 തവണ ചെയ്യാൻ നോക്കി, നടന്നില്ല, മൊത്തം പാളി. എങ്ങനെയാടാ പറ കേക്കട്ടെ. ഒന്നാമത്തെ പ്രാവശ്യം ഞാൻ വിഷം കുടിച്ചു. പക്ഷെ നാട്ടുകാർ പൊക്കി എന്നെ ആശുപത്രി കൊണ്ടുപോയി. അണ്ണാക്കി കൂടെ ഈ നീളമുള്ള ട്യൂബ് കുത്തി എന്റെ വയറ്റിലിറക്കി കഴുകി വൃത്തിയാക്കി ഫ്രഷ് വീട്ടിൽ കൊണ്ടുവന്ന് കടത്തി. വെരി ഗുഡ്. ഒന്നാമത്തെ പൊളിഞ്ഞ് വിടുമോ ഞാൻ? വിടരുത്. രണ്ടാമത് കയറിൽ കുരുക്കിട്ടിട്ട് മരത്തെ കയറി ഒറ്റച്ചാട്ടം പ്ലാക്ക്. അയ്യോ, എന്നിട്ട് ഇത് അവിടെ കെട്ടാൻ മറന്നുപോയി. കാലും കൈ ഒടിഞ്ഞു. തലയെന്ന് മരത്തിൽ വെച്ച് 16 കുത്തിക്കെട്ട് 6 മാസം. അത് കഴിഞ്ഞ് എന്റെ 3 അറ്റംപ്റ്റാണ് ആ സമയത്ത് പൊളിഞ്ഞു പോയത്. മൂന്നാമതുമോ? നേരെ ഓടി റെയിൽവേ സ്റ്റേഷനിൽ പാളം നോക്കി വൃത്തിയുണ്ട് കൊള്ളാം. തല വെച്ച് കിടന്നു. ഒരിക്കൽ പോലും കൈ കാണിച്ചാലും നിർത്താത്ത പന്ന പട്ടി ട്രെയിൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി തന്നു. ഇറങ്ങി വന്നു. പിടക്ക്. എഞ്ചിൻ ഡ്രൈവർ ഒറ്റ അടിയായിരുന്നു. വെരി ഫോർമാറ്റ് അറ്റംപ്റ്റ്. അയ്യോ, എന്നെ എടുത്ത് ജയിലിൽ കൊണ്ട് കിടത്തി. ആത്മഹത്യാ പ്രവണത. 6 മാസം ശിക്ഷ കഴിഞ്ഞു. ദാ കിട്ടിയ കാശിനൊരു കുഞ്ഞു കയറും വാങ്ങിച്ചു, തൂക്കിക്കൊണ്ട് ഇവിടെ വന്നു. ഇന്ന് ഞാൻ മരിക്കും. നില്ല്, ഞാൻ പറയട്ടെ. നീ മരിച്ചോ? അതൊക്കെ ചെയ്തോ? കുഴപ്പമൊന്നുമില്ല. എടേ, ഞാൻ അറിഞ്ഞുകൊടുത്തോളാം യവന്റെ വീട്ടിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എന്റെ വീട്ടിലാ. എടാ, പിന്നെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഡേ, നിന്റെ വീട്ടിൽ മിക്സി ഇല്ലേടാ? ഉണ്ട്. ഗ്രൈൻഡർ ഇല്ലേടാ? ഉണ്ട്. വാഷിംഗ് മെഷീൻ ഇല്ലേടാ? ഉണ്ട്. ഇതല്ല ഏത് കമ്പനിയാണ്? ഭാർഗവൻ പിള്ള. അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ? ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെ അല്ലടേ. അപ്പൊ പിന്നെ ആ കമ്പനിക്ക് ഞാൻ തന്നെ പേരെന്താ? നിനക്കെന്തൊരു കുരുവാ? ഇത് നല്ല കാര്യം. ഡേയ്, സത്യം പറയാലേടാ ബാബു, ഇവ എന്റെ വല്യച്ഛന്റെ മോനാ. ആണോ? ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ടാണ്. അതെന്റെ തെറ്റല്ല. വല്യച്ഛന്റെ മോനാ. അതിങ്ങനെ ആയിപ്പോയി. നമ്മൾ പറഞ്ഞിട്ട് കാര്യം. കണ്ടപ്പോഴേ തോന്നി. പക്ഷെ ഇവന്റെ അച്ഛനുണ്ടല്ലോ, എന്റെ വല്യച്ഛൻ. പറഞ്ഞോറാ വല്യച്ഛൻ എന്തിനായിരുന്നു? പറഞ്ഞോറാ അവൻ കേക്കട്ടെ, ചെറുക്കൻ കേക്കട്ടെ. എന്തിനാണ് വനിതാ പോലീസ്. എന്റെ അച്ഛൻ എങ്ങനെ വനിതാ പോലീസ് ആവുന്നത്? അത് പെണ്ണുങ്ങളല്ലേ വനിതാ പോലീസ് ആവുന്നത്? എന്റെ അമ്മ വനിതാ പോലീസ് അല്ലായിരുന്നോ? ആ. അമ്മ മരിച്ചപ്പോ ആ ജോലി അച്ഛന് കിട്ടി. അങ്ങനെ അച്ഛൻ വനിതാ പോലീസ്. ഇനി അച്ഛൻ മരിക്കുമ്പോ ആ ജോലി എനിക്ക് കിട്ടണം. അപ്പൊ ഞാൻ വനിതാ പോലീസ്. അതാണ്. വനിതാ പോലീസിന്റെ ഡ്രസ് കിട്ടോണ്ട് ഞാൻ നിന്ന് കൊടുത്താച്ചാലും മതി. പക്ഷേ ഇന്ന് തീരും. ഇത് മുഴുവൻ നീ തിന്നു. ഇന്ന് തീർക്കും. ഡേയ്, ഭാർഗവൻ പിള്ളേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കയർ ഉൽപ്പന്നം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടും കയർ വ്യവസായ അഭിവൃദ്ധിപ്പെട്ട് കിടക്കുന്നതുകൊണ്ടും ഇതൊരിക്കലും തീരത്തില്ല. കാശ് കൊടുത്താൽ കടയിൽ ഇഷ്ടം പോലെ കിട്ടും. നീ പേടിക്കണ്ട, വെച്ചോ. കുടുംബത്തിലുള്ളതാണ്, പക്ഷെ വിവരമില്ല. മണ്ടൻ ഗുണാപ്പി വേട്ടാവളിയാ. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? എടാ, ഇന്ന് ഞാൻ തൂങ്ങിച്ചാവും. എടാ, ഉത്തരം മുട്ടുമ്പോ ഇരട്ടപ്പേര് വിളിക്കാതെ കാര്യം പറയടാ. നീ ഇപ്പൊ എന്തെറിയാൻ പോണ്? ഞാൻ മരിക്കാൻ പോകുന്നു. എടാ, അങ്ങനെ മരിക്കാൻ പറ്റൂല. പിന്നെ? എടാ, അതിനൊക്കെ ഒരു സമയമുണ്ട്. നമ്മളിപ്പോ മരിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിച്ചെന്നാ മരിക്കാൻ പറ്റൂല. പിന്നെ? അത് കാലൻ അതിന്റെ സമയമാകുമ്പോ നമ്മളെ വന്ന് വിളിച്ചോണ്ട് പോയില്ലേടാ ബാബു? ഇയാൾ ചുമ്മാ ചാവണം എന്ന് പറഞ്ഞ് നടന്നിട്ട് ചത്തോ? എന്താ കാരണം? കാലം വരണം. കാലം വരാതെ ചാവത്തില്ല. ഇതിന്റെ ഒന്നും ഒരു കാര്യമില്ലടേ. ശരി, അപ്പൊ കാലം വരത്തില്ലെന്നാ നിങ്ങളുടെ തീരുമാനം. അതെ. കാലം ഇവിടെ വിളിച്ചു വരുത്തുന്ന കാണണോ? പിന്നെ നീ വിളിച്ചാ വരാൻ കാലം നിന്റെ ചിറ്റപ്പനല്ലേ? പോടാൻ ജോലിക്ക്. അങ്ങാട്ട് കിടക്കുന്ന കാലിനെ എന്റെ കുടുംബത്തിൽ കൊണ്ട് കറ്ററ്. ഞാൻ കാലിനെ ഇവിടെ വിളിക്കും. കാലൻ ഇവിടെ വരും. ഞാൻ വിളിച്ച കാലൻ വരും. എന്നാ ഒന്ന് കാണണമല്ലോ. നീ വിളിച്ചാണ് ഞാൻ കേക്കട്ടെ. കാലനെ വരുത്തിയാണ് കാണട്ടെ. വിളി. കാലാ! മകനെ ആരാ? യമപുരിയിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. ഞാൻ വിചാരിച്ചു സൗണ്ട് ഓപ്പറേറ്റർ എക്കോ ഇട്ട് വർക്ക് ചെയ്ത. ഞാനാടേ കാലേ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് കമ്മുവേ. ഒന്നും കൂടെ ചിരിക്കുവോ?
അങ്ങനെ എപ്പോഴെപ്പോഴും ചിരിക്കാൻ പറ്റത്തില്ല. ഇതിനൊക്കെ ഒരു ചെറിയ ചെറിയ ടൈം വ്യത്യാസമുണ്ട്, അറിയാമോ? എപ്പോഴെപ്പോഴും ചിരിക്കാൻ. അല്ല മനസ്സിലായില്ല, ആര് 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 മോം ഏ കാളൻ, ആര് യമപുരിയിലെ കാളൻ. നിങ്ങള് കാലായി യെസ്, യമപുരിയില്ല. യമപുരിയിൽ നിന്നോ? ഇത് കാലനല്ല, ഏതോ ഒടിഞ്ഞ ബെഞ്ചിന്റെ കാലി. ഞാൻ കാല, എന്റെ അമ്മയാണ്, ഈ മണ്ണാണ്, നീയാണ്, ഞാനാണ്, രണ്ട് പിള്ളേരാണ്. സത്യം കാലേ, സത്യം കാൽ നോക്കിക്കേ, നേരെ നോക്കിക്കേ കാലേ. അല്ല വിളിച്ചു വരുത്തത് ഞാനാണ്. ഓ, പക്ഷെ എന്നാലും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ പൊന്നലിയ വിശ്വസിക്കലിയ, ഞാൻ കാലേ. അല്ല ഈ കാലനാണെങ്കിൽ ഈ ആഭരണമൊക്കെ കാണണമല്ലോ. അതോ അല്ല, അത് ഉണ്ടായിരുന്നു. ഞാനേ എയർപോർട്ട് വഴിയാ വന്നത്. അപ്പൊ ഇന്ത്യൻ ടാക്സി പിടിച്ചു, കള്ളസ്വർണ്ണം പറഞ്ഞുകൊണ്ട് എല്ലാം ഊരിക്കൊണ്ട് പോയി. അപ്പൊ തരാന്ന് പറഞ്ഞു, കുഴപ്പമില്ല. ശരി, ഈ കാലന്റെ പോത്തവിടെ? അത് നമ്മുടെ എന്റെ അനിയച്ചാര് കൊണ്ടുപോയിടേ. ചിത്രഗുപ്തനാ? ആ, മാമിയുടെ കല്യാണത്തിന് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു എന്റെ വാഹനം എടുത്തോണ്ട് പോവല്ലേ പോവല്ലേ എന്ന്. അവൻ കേൾക്കൂല, എടുത്തോണ്ട് പോയി. പോട്ടെ, തലയിലിരിക്കുന്ന കുന്ത്രാണ്ട തൊപ്പി അതെന്തേ? അത് ഹെൽമെറ്റാന്ന് പറഞ്ഞ അവന് കൂടെ കൊണ്ടുപോയി. അതൊക്കെ ഓക്കെ, ശരി. എന്നാ ഒരു കാര്യമുണ്ടല്ലോ, സാധാരണ കാലം വരുന്നത് വലിയ കാലപാശം ഈ ജീവനെടുക്കാനുള്ള കയറുമായിട്ടാണ്. അതെ. ആ വടം അതെവിടെ? അയ്യോ, ഞാൻ രാവിലെ വടം കൊണ്ട് ഇറങ്ങിയതാ. എന്നിട്ട്? അവിടെ നിങ്ങളോട് നടന്നു വന്നപ്പം പരലോകത്തെ കുടുംബശ്രീ പെണ്ണുങ്ങളുടെ വടംവലി മത്സരം. അപ്പൊ ഞാൻ പറഞ്ഞ് കാല വടവും കൊണ്ട് തരുമോ എന്ന് ചോദിച്ചു. പെണ്ണുങ്ങളല്ലേ, കൊടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കലവല 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 അലക്കി കൊടുത്ത് തരും തരും, അവർ തരും. പക്ഷെ എനിക്ക് വിശ്വാസമായിട്ടില്ല. എന്ത്? എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വിശ്വാസമായിട്ടില്ല. ഇത് കാലനല്ല. ഇവിടെ വിശ്വസിക്കണം, നീ വിശ്വസിക്കുന്നു, സത്യം വിശ്വസിക്കേ. എന്നാ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു തരാമോ? ആ. എന്റെ ഈ ഇടത് കാല് വലത് കാലിലും വലത് കാല് ഇടത് കാലിലും എന്റെ തല ഇങ്ങനെ തിരിച്ച് പുറമോട്ടും ആക്കി തരാമോ? ഞാൻ കാലനാണ്, അല്ലാതെ മജീഷായി മുതുകാടല്ല. അപ്പൊ ഇതിനൊക്കെ വേറെ രീതികളൊക്കെ ഉണ്ട്. ചുമ്മാ അവരങ്ങ് പറഞ്ഞാൽ മതിയോ? അല്ല, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ ഈ ഞാൻ ഒരു വെറുതെ ഒന്ന് ഇന്റർവ്യൂ ചോദിക്കണം, അറിയാൻ വേണ്ടി. നിങ്ങളുടെ ഈ പരലോകത്ത് ഭയങ്കര സംഭവങ്ങൾ പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കാൻ കണ്ടിട്ടുണ്ട്. തീയിലിട്ട് ദോശ ചുടും പോലെ മറിച്ചും തിരിച്ചുവിട്ട് കത്തിക്കും, പിന്നെ വേറെ എന്തൊക്കെ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ നൂൽപ്പാലത്തിലൂടെ ഇങ്ങനെ നടത്തിക്കോ? അവിടെ സിനിമ ഡാൻസ് ഇല്ലടേ. അതല്ലെന്ന്, നൂൽപ്പാലത്തിലൂടെ നടത്തിക്കോ? എന്റെ പൊന്നളിയ, അവിടെ ജംബോ സർക്കസ് അല്ല നമ്മൾ നടത്തുന്നത്. നമ്മൾ ഒരുപാട് വേറെ കാര്യങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അറിയാമോ? അങ്ങനെയാണ്. അല്ല, ഈ കാലം ഞാൻ വേറെ സംശയം ചോദിച്ചോട്ടെ. ഈ എന്നെ കൊണ്ടുപോയാലേ ഓ, എണ്ണയിലിട്ട് വറക്കുവോ? എന്റെ പൊന്നളിയ, നീ 50 വർഷം മുമ്പേ ആയിരുന്നെങ്കിൽ ഇതേപോലൊക്കെ സംഭവിച്ചേനെ. ഇപ്പൊ നടക്കൂല. കാരണം 1 കിലോ വെളിച്ചെണ്ണക്ക് 300 രൂപയാണ് വില കേട്ടോ. അപ്പൊ നിന്ന് ഇത്രയും വലിയൊരു ശരീരം പൊള്ളിക്കണമെങ്കിൽ ഒരുപാട് ക്യാഷ് ആവും. ഗജനാവ് പൈസ ഇല്ല. അത് വേണമെങ്കിൽ നിന്റെ 2 ചാട്ടോ റെഡി ആയിട്ട് അങ്ങ് പറഞ്ഞു വിടാം. അല്ല, അത് വേണ്ട. എന്റെ പൊന്നു കാല, എന്നെ എങ്ങനെങ്കിലും കൊണ്ടുപോകും. ഞാൻ അവിടെ വന്ന കാലന്റെ പോത്തിനെ കുളിപ്പിക്കും, പോത്തിനെ കാടി കൊടുക്കും, പുല്ല് വെട്ടും, തുണി കഴുകും, പാത്രം കഴുകും, എല്ലാം ചെയ്യും. എന്നെ കൊണ്ടുപോവോ? ഇതൊക്കെ ചെയ്യുന്നോണ്ടാണ് ഞാൻ ഇപ്പോഴും അവിടെ കഞ്ഞി ഒടിച്ച് നിൽക്കുന്നത്, അറിയാമോ? നീ വന്ന് അതും കൂടെ എന്നെ തടസ്സപ്പെടുത്താതെ. ഹലോ മിസ്റ്റർ കാലൻ. അങ്ങനെ വിളിക്കരുത്, എന്നെ കാലാന്ന് വിളിക്കരുത്. പിന്നെ ഈ യുഗത്തെ എനിക്ക് വേണ്ടി ഞാൻ പേര് സ്വന്തമായിട്ട് മാറ്റിയതുണ്ട്. കെ ലോലൻ, അങ്ങനെ വിളിച്ചാൽ മതി. അങ്ങനെ മതി, അങ്ങനെ മതി. അങ്ങനെ വിളിക്കാം. എനിക്ക് സംശയമുണ്ട്, അത് ചോദിക്കാനുണ്ട്. ആ, എന്റെ സമയം ഒന്ന് പറയാമോ? എങ്ങനെ സമയം ഒന്ന് പറയാമോ? എന്റെ നോക്ക എന്നാ ഗ്ലാമർന്ന്. ആ ഗ്ലാസ്, ഷൂസ്, പാന്റ്, ചെരുപ്പ് കണ്ട സൂപ്പർ സ്റ്റാർ സിനിമ നടൻ കേട്ടോ. കൈ വാച്ചുണ്ടോ? ഉണ്ടല്ലോ. വാഷിംഗ് മെഷീൻ അല്ലല്ലോ അത്. അല്ലല്ലോ. ആ, സമയം വല്ല നോക്കണമെങ്കിൽ അത് അങ്ങ് നോക്കിയാൽ മതി. ഞാൻ ടീച്ചറല്ല, സമയം പഠിപ്പിച്ചുതരാം കേട്ടോ. എനിക്ക് എൻ്റെതായ തൊഴിലുണ്ട് ഇവിടെ. പിന്നെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഈ മുഖം. അശ്വതി അതെ, തിരക്ക് നടക്കിയത് ഞാൻ 3.5 വർഷം. ഈ കൂരെ വന്ന് ആരും കാണാതെ ഇങ്ങനെ കുത്തിയിരുന്ന കണ്ടുപിടിക്കുന്ന കരുതിയോ? ഞാൻ വരും, ഭൂമിക്കടിയിൽ തുറന്നു ഞാൻ വരും, ഞാൻ കണ്ടുപിടിക്കും. എന്തിന്? വേറൊരു കാര്യം ചോദിക്കട്ടെ, മോള് കല്യാണം കഴിച്ചാണോ? ആണോ? അതെ. ഒരാങ്ങളയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ്, കല്യാണം കഴിച്ച സ്ത്രീ ഒരിക്കലും വേറൊരു പുരുഷനെ വിളിക്കരുത്. ഞാൻ ഏത് വേറെ പുരുഷനെ വിളിച്ചേ? നിങ്ങൾ വിളിച്ചു, ഞാൻ കേട്ടോണ്ടിരിക്കുവല്ലേ. അനാവശ്യം പറയത്തില്ല, കാലിനാന്ന് ഞാൻ നോക്കില്ല. വിളിക്കുന്നത് ഞാൻ കേട്ടെന്ന്. ഞാൻ കാലിനാണ്, എനിക്കെല്ലാം മനസ്സിലാവും. ഞാൻ വിളിച്ചിട്ടില്ലെന്ന്. പിന്നെ മെനഞ്ഞാന്ന് എന്റെ കാല വിളിച്ചെന്തിനാണ്? അത് ഞാൻ ചേട്ടനോട് ഇങ്ങനെ വെറുതെ സംസാരിച്ചപ്പോ പറഞ്ഞു പോയതാ. നിങ്ങളുടെ ഭർത്താവിന്റെ അടുത്ത്? ആ, അത് എന്റെ നെഞ്ചത്ത് അവസാനം. നിങ്ങൾ ഭർത്താൻ എന്ത് വിളിച്ചാലും കേൾക്കേണ്ടത് തന്നെയാണ്. ഞാൻ അശ്വതി വിളിക്കുമ്പോ ഞാൻ പോട്ടായിരിക്കും, പെണ്ണുമുള്ള ഇങ്ങോട്ട് വലിക്കും.
ഇത് അച്ഛനെ വിളിക്കും, പോട്ടെ ഇങ്ങോട്ട് വിളിക്കും. മനസ്സമാനം തന്നിട്ടില്ല നിങ്ങൾ ഇതുവരെ കേട്ടോ, മനസ്സമാനം തന്നിട്ടില്ല. വേറൊരു കാര്യം പറയാം, ഈ കാലിനൊക്കെ ആകുമ്പോഴേ ഇച്ചിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ട്. അതറിയണമെങ്കിൽ അടുത്ത ജന്മം കാലനായിട്ട് തന്നെ ജനിക്കണം. അതാണ് വേണ്ടത്. ആ മിസ്റ്റർ തോലൻ, അല്ല കാലൻ, ഇന്റർവ്യൂ ഇവിടെയാണ് നടക്കുന്നത്. ഇഞ്ഞു വരൂ. സോറി സാർ. ഇഞ്ഞു വരൂ. എനിക്ക് ഇയാളെ കണ്ടിട്ട് കാലിനൊന്നും തോന്നില്ല. ഇതേതാ പേക്കോലം? ഇത് ശരിയാവില്ല, ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. സത്യം, ഇത് കാലനൊന്നും അല്ല. അതാണ്ട് ഇപ്പൊ തന്നെ ഈ കാലിന് മുറിവ് ഞാൻ മരുന്നൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കാലിനാണ്. തോന്നുന്നു. അല്ല അതെ, ഞാനിങ്ങനെ നിങ്ങളെ പോലെ വേറൊരാളെ പിടിക്കാൻ വന്നായിരുന്നു ഒരു ദിവസം. അപ്പൊ ഇയാൾ ജംഗ്ഷനെ വെച്ച് ഞാൻ കണ്ടു. ജംഗ്ഷൻ ഇയാളുടെ ഒരു ക്യൂ ഇങ്ങനെ നെരിഞ്ഞ് നിൽക്കുക. ഞാൻ പതുക്കിച്ച് നിങ്ങൾ പൊക്കി പാടാ അവിടെ എന്ന് പറഞ്ഞു തീർന്നത് എനിക്കറിയത്തില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ ചറവറ കുറെ ആക്ട് കിട്ടി. അതിലൊരു അണ്ണൻ പറയുക, സാധനം വേണമെങ്കിൽ ക്യൂവിന്റെ ബാക്ക് ചെന്നിടാന്ന്. അപ്പൊ അണ്ണൻ എവിടെ പോയി നിന്നത്? വിവരേജി, അപ്പൊ കയ്യിലിരുന്ന ഗതയോടെ എനിക്കറിയാം അടിക്കെവിടെയോ എന്റെ ഗത ആരോ ചവിട്ടി പൊട്ടിച്ചു. അപ്പൊ ഗത ഇല്ലേ? ഗതയില്ലാത്തൊരു ഹതഭാഗ്യനാ ഞാനിപ്പോ. സത്യം സത്യം. എന്റെ പൊന്ന് കാല, എന്നെ ഒന്ന് കൊണ്ടുപോയിത്താ. എന്റെ പൊന്നെ, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അല്ല, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അവിടെയൊക്കെ ആത്മാക്കളൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. ഈ പ്രേതഭൂത പിശാചികളിലൊക്കെ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്? ഈ പ്രേതം എന്ന് പറയുന്ന സാധനം ഉണ്ടോ? അല്ല, അങ്ങനെ 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 ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ല. അവൻ ഉണ്ടോ ഇല്ലോ എന്ന് അത് എസ് ഓർ നോയിൽ നിൽക്കുകയാണ് ഇപ്പോഴും. ആര് പറഞ്ഞു? എന്റെ അമ്മൂമ്മ അപ്പൂപ്പനും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, പ്രേതമുണ്ട്, ഭൂതമുണ്ട്, ചത്തുപോയെന്ന് ഒരു പ്രേതമായിട്ട് തിരിച്ചു വരുമെന്ന്. അച്ഛേ, അവർക്ക് ഭ്രാന്തടാ, അങ്ങനൊന്നും വിചാരിക്കരുത്. അച്ഛേ, നാണക്കേട്. പ്രേതമുണ്ട്. ഞങ്ങൾ രണ്ട് ഉത്സവത്തിന് കഴിഞ്ഞ അമ്പലത്തിലെ ഉത്സവത്തിന് രാത്രി 2 മണിക്ക് ഞങ്ങൾ വരുമ്പോൾ ദാണ്ട വെള്ള സാരി ഉടുത്ത് 2 പല്ലും വെച്ച് ദാണ്ട ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ പ്രേതത്തിനെ കണ്ടിട്ടുണ്ട്. പ്രേതത്തിന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ അങ്ങോട്ട് കയറിച്ചല്ലേ, പോത്തൂല്ല. എന്തെങ്കിലും മിണ്ടി പറഞ്ഞോണ്ട് പോവാറുണ്ട്. ഉള്ള കഥ പൊട്ടി. ആ അറ്റാക്ക് ചെയ്യുന്ന ഫൈറ്റാൻ പോലും ഒന്നുമില്ല. പേടിപ്പിക്കാതെ പോ. വേറെ കാര്യങ്ങളൊക്കെ പറ. എന്നാലും നിങ്ങൾ ഭയങ്കര ദുഷ്ടനാണ് കേട്ടോ. ഈ ശരീരം വെച്ചുകൊണ്ട് നിങ്ങൾ എന്തുമാത്രം അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ദിവസവും റോഡ് അപകടങ്ങൾ കാരണം എത്ര പേര് മരിക്കുന്നു. കഷ്ടമാണ് കേട്ടോ. അതെന്റെ കുറ്റമല്ല. പിന്നെ എന്റെ പൊന്നളി, അതെന്റെ കുറ്റമല്ല. പിന്നെ ഞങ്ങളെ കുറ്റോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ബാറ് പൂട്ടി. മനസ്സമാധാനം ഉണ്ടായിരുന്നു എല്ലാവർക്കും. ബാറ് പൂട്ടി. പിന്നെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ബൈക്ക് ഉണ്ടല്ലോ, എനിക്കറിയത്തില്ല. ഈ ബൈക്കിനകത്ത് കൊച്ചു പയ്യന്മാര് ചീറിപ്പായുന്ന കാണുന്നവന്മാര് ഇങ്ങനെയൊക്കെ ഓടിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവത്തില്ലേ? ഉണ്ടാവും. ഇത് കഴിഞ്ഞ് ഉടനെ ബാർ തുറന്നു. ഞാനാണ് ഉത്തരവാദി അല്ല. ബാർ ഇല്ലാത്ത പിത്രമാണ്. ബാർ ഉണ്ടാവും, പിന്നെ അപകടം ഉണ്ടാവത്തില്ലേ? ഉണ്ടാവും. അത് ശരി. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഈ റോഡ് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഡ്രൈവർമാർ ഉറക്കമൊളിഞ്ഞ് വണ്ടി ഓടിക്കരുത്. പിന്നെ ഉറങ്ങിക്കൊണ്ട് വണ്ടി ഓടിക്കണം. അങ്ങനെ കളിയാക്കാടാ നീ, നിന്റെ കളിപ്പുള്ളടാ ഞാൻ. എടാ, ഞാൻ വലിയൊരു കാലം കേട്ടാ കേട്ടാ. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ ആയുശ്വര്യ ചത്തു എന്ന് പറഞ്ഞിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നിന്റെ വാ തുറന്ന നിന്റെ അന്ത്യം. നീ മിണ്ടരുത്. അല്ല, വേറെ സംശയം. നിങ്ങളിപ്പോ ഇവിടെ നിൽക്കുകയാണല്ലോ, കേരളത്തിൽ തിരുവനന്തപുരത്ത് നിൽക്കുകയാണല്ലോ. ഈ അപ്പോഴും ഈ സമയത്ത് അറബി നാട്ടിലൊക്കെ ഇത് ഈ ജീവൻ എടുക്കാൻ വേണ്ടി അതാരാണ് പോണത്? അത് കുഞ്ഞമ്മയുടെ മോൻ പൊക്കും. അപ്പം കാലം എന്ത് പോവാത്തത്? പാസ്പോർട്ട് ഇല്ല. എന്റെ പൊന്ന് കാല, എന്നെ ഒന്ന് കൊണ്ടുപോയി താ എങ്ങനെങ്കിലും. എടാ, അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. നിന്നെ കൊണ്ടുപോകാനല്ല ഞാൻ വന്നത്. പിന്നെ ഈ പുത്തം വീട്ടിൽ ഗംഗാധരൻ ആരാണ്? എങ്ങോട്ടെങ്കിലും ഒന്ന് ചൂണ്ടേ. നിന്നെ കൊണ്ടുപോവാനാണ് ഞാൻ വന്നത്. എന്തിന്? നിന്റെ പരലോകത്തുള്ള അച്ഛന് നിന്നെ ഒന്ന് കാണണമെന്ന്. കള്ളവൻ ജീവിച്ചിരുന്നപ്പോ ഒരു നോക്ക് കാണാൻ വരാത്ത കളവനാണ്. അവിടെ ചെന്നിരുന്നോണ്ട് എന്നെ കാണണമെന്ന്. അതെ കാല, എനിക്കിപ്പം പറ്റൂല. എന്തെന്നറിയാം, എനിക്ക് കണ്ട വയറൊക്കെ ചാടി കൊളസ്ട്രോളും ഷുഗറും ഒക്കെ വന്ന് ഞാൻ വന്നാൽ ശരിയാവില്ല. സെയിം പിച്ചിൽ ഒരു തെരിപ്പുണ്ട്, അവനെ കൊണ്ടുവെക്കോ. ഞാൻ വന്നാൽ കൊള്ളൂല. അതുകൊണ്ടാണ്. എന്റെ മോളെ കെട്ടിച്ചേരാനല്ല നിന്നെ കൊണ്ടുപോകണത്. ഇതിന് കുറെ സമയമുണ്ട്. ആ സമയത്ത് നിന്നെ കൊണ്ടുപോയേ പറ്റൂ. അന്ന് പറ്റത്തില്ല, കൊണ്ടുപോയേ പറ്റുള്ളൂ. എന്റെ കാല, ഞാനൊരു ചെറിയ ഐഡിയ പറയട്ടെ. നീ ചെറുതേ പറയാവുള്ളൂ. ഈ ശരീരത്തിന് പറ്റുന്നതേ പറയൂ. പറ. ഈ അണ്ണന്റെ കൈ ചൂണ്ടല്ലോ. ഈ അണ്ണന്റെ ആധാർ കാർഡും എന്റെ ആധാർ കാർഡും എടുത്തിട്ട് രണ്ടുപേരുടെയും ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒട്ടിച്ച് എന്നെ കൊണ്ടുപോകാൻ പറ്റും. ബെസ്റ്റ് ഐഡിയ. ഗത പൊട്ടിയെന്നേ ഉള്ളൂ. വേറെ വാടകയ്ക്ക് ഞാൻ തലവണ്ട അറിഞ്ഞു. എന്നാ വേണ്ട, വിട്ടേര്, അത് വിട്ടേര്.
അല്ല അല്ല ഒരു കാര്യമുണ്ട്, എന്നെ കൊണ്ടുപോകുന്ന ഉറപ്പാണ്. ഉറപ്പാ. എന്നെ കൊണ്ടുപോകുന്ന ഉറപ്പാണ്. ഇല്ല, സമ്മതിക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ അണ്ണനെ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഇവിടെ ജീവനോട് ഉള്ളിടത്തോളം കാലം എന്റെ അണ്ണനെ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കത്തില്ല. അതാണ് കൊള്ളാം. കണ്ടാടാ ഒരു സുഹൃത്തിന്റെ സ്നേഹം കണ്ടാടാ. കേട്ടാ, നീ ചത്താലും അവനെ കൊന്നിട്ടാ ഞാൻ അവിടെ കൊണ്ടുപോകാമെന്ന്. ഇത്രയും സ്നേഹമുള്ള സുഹൃത്തിന് നീ ആദ്യമായിട്ടാണ് കാരണം ഈ ഭൂലോകത്ത്, അറിയോ? സത്യം. സുഹൃത്തായതുകൊണ്ടൊന്നും അല്ല, എനിക്ക് പുള്ളിക്കാരൻ 1000 രൂപ തരാനുണ്ട്. അത് മേടിച്ച് തന്നിട്ട് നിങ്ങൾ കൊണ്ടുപോവുകയോ പൊരിച്ച് തിന്നുകയോ വറുത്തടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു. അറിഞ്ഞു കൊല്ലടാ അവനെ, കൊല്ലടാ അവനെ. അല്ല എന്നെ കൊണ്ടുപോകാതെ അവനെ ഒന്നും കൊണ്ടാക്കുന്നു കേട്ടാ. നീ പറഞ്ഞു വിടാ. എന്റെ പൊന്നു കാലം, വേറെ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഈ കാലന്റെ പോത്തില്ലേ, അതിന്റെ പുറകെ നമുക്ക് 3 ട്രിപ്പിൾസ് അടിക്കാൻ പോയാലോ? എന്നിട്ടോ എനിക്ക് പെറ്റി അടിച്ച് കിട്ടാൻ. ആ പെറ്റി നേരെ യമലോകത്ത് വരും. ആ കാലമാണ് ഇപ്പൊ. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. എന്നെ വെറുതെ ശുണ്ടി പിടിപ്പിക്കരുത്. കാലിനാന്ന് നോക്കത്തില്ല, കാല വരെ നല്ലടിച്ച് കൊന്നുകളയും ഞാൻ. ഈ വരയ്ക്ക് ഇപ്പുറം കയറിയ അല്ല, നിങ്ങളല്ല കൊല്ലുന്ന, ഞാനാണ് കൊല്ലുന്നത്. നിങ്ങൾ പേടിക്കണം. ഞാൻ പേടിക്കത്തില്ല. മര്യാദക്ക് എന്നെ കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ കാല മര്യാദ നട്ടടിക്കും. ഈ വരയ്ക്ക് ഇപ്പുറം കയറിയാണല്ലോ ഒന്നുകളയും ഞാൻ. നീ ഒരു കാര്യം കൊല്ലല്ലേ. ഇല്ല, ബാ എനിക്ക് ബാ പറയാം. ഞാൻ അങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വാ. അല്ല മോനെ, നിനക്ക് ഇപ്പൊ തന്നെ പരലോകത്ത് പോണം എന്നെന്താ വാശി? ഈ ലോകത്ത് ജീവിച്ച് ഞാൻ മടുത്തു. എന്റെ പെണ്ണും പിള്ളയുടെ അസുഖിഷ്ണത കൊണ്ട് ഞാൻ മടുത്ത്. എനിക്ക് ഈ ഭൂമിയിലെ ജീവിതം മടുത്ത്. എനിക്ക് പരലോകത്ത് പോയി ജീവിച്ചാൽ മതി. എന്നെ കൊണ്ടുപോകണം. എവിടെയോ പട്ടി പെറ്റി കിടന്ന് മോങ്ങുന്നെന്ന് തോന്നുന്നു. ഈ പട്ടിയായിരുന്നു. എന്തിന് കരയണ? കാര്യം പറ. എന്ത് കരയണ? എടേ, നിങ്ങള് പെണ്ണും പിള്ളാട്ട് കെറിവിച്ച് ആത്മഹത്യ ചെയ്ത് നിങ്ങൾക്ക് പരലോകത്തെങ്കിലും ചെല്ലാം. കാലനായ ഞാൻ എന്റെ പെണ്ണുമ്പിള്ള വിട്ട് ഏത് ലോകത്ത് പോകൂടാ? ഒപ്പം കാലനും സെയിം പിച്ച്.